കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് തട്ടുകട സ്റ്റൈലിലുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കോളിഫ്ലവർ ചെറുതായി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ടിട്ട് 1 മിനിറ്റ് നമുക്ക് ഇത് ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ അതിലെ വെള്ളം ഒന്ന് വറുത്തേറിയിടും. ഇനി നമുക്ക് അതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് ഞാൻ 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്കിനി 1 ടീസ്പൂണോളം ചില്ലി സോസും 1/2 ടീസ്പൂണോളം സോയാ സോസും പിന്നെ 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പോളം ഞാൻ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോളം അരിപ്പൊടി ഇതും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം. നമുക്ക് ഇത് അധികം ലൂസാവാൻ പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. നമ്മൾ കോളിഫ്ലവറിൽ പരണ്ട് കിടക്കണം. ആ രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മസാല കൂട്ടിലേക്ക് നമുക്ക് നേരത്തെ 1 മിനിറ്റ് തിളപ്പിച്ച് വാർത്ത് വെച്ച ഈ കോളിഫ്ലവറെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഈ മാവ് കോളിഫ്ലവറും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തിളപ്പിച്ച എണ്ണയിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാവണം. അതിന് ശേഷം നമുക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ആക്കിയെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് കട്ടയായി പോകും. ഇത് നമുക്കൊന്ന് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിനും പിന്നെ നമ്മൾ ഫെയറിനൊക്കെ പോയാൽ കിട്ടൂലേ അതേപോലത്തെ ഫ്രൈ ആണിത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇത് കോരിയെടുക്കുമ്പോൾ ഇതിന് നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും. ഇതെപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മൊരിഞ്ഞ് കിട്ടൂല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ക്രിസ്പിയായ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.